ദൗർബല്യങ്ങളെയും തോൽവികളെയും അവരോഹണങ്ങളെയും ഒന്നും ആദരപൂർവം സമീപിക്കാനാവാത്ത വർത്തമാന കാലഘട്ടത്തിന്റെ പരിച്ഛേദമായി ജീവിത സായന്തനങ്ങളിൽ തീവ്രമായ ഏകാന്തതയുടെയും അവഗണനയുടെയും അരിഷ്ടതകളുടെയും കടന്നുപോകാൻ വിധിക്കപ്പെടുന്ന നിസ്സഹായമായ വാർദ്ധക്യം, ആസ്വാദ്യതയുടെ പാരമ്യത പുൽകുവാനുള്ള വികൃതിയിൽ ജീവിതം കൈവിട്ടു പോകുന്ന യൗവനം, സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും വർണ്ണങ്ങളില്ലാതെ നൈരാശ്യത്തിന്റെ ഇരുട്ടുമൂടി വിരസമാകുന്ന ജീവിത ദൈന്യതകൾക്ക് മുൻപിൽ പ്രാർത്ഥനാപൂർവം സെന്റ് തോമസ് കലാസമിതി അവതരിപ്പിക്കുന്നു. നാടകരചന സംവിധാനം ജോസ് തോമസ് ചേറാടിയിൽ, പശ്ചാത്തല സംഗീതം പ്രിയേഷ് ആലിലക്കുടി, സാങ്കേതിക സഹായം വൈശാഖ് മടത്തിക്കുന്ന് പറമ്പിൽ, രംഗത്ത് ജോസ് തോമസ് ചേറാടിയിൽ, വിനോദ് ചെറുപറമ്പിൽ, ജോസഫ് നിരപ്പിൽ, പ്രിയേഷ് ആലിലക്കുടി, മാർട്ടിൻ ചെറുപറമ്പിൽ, ആബേൽ കണ്ണൂളിൽ, സിനി ചെറുപറമ്പിൽ, ഷീനു കക്കാടിയിൽ, ജോസ്ന ചേറാടിയിൽ, ഷിൻഡു കക്കാടിയിൽ. പ്രിയ കലാസ്നേഹികളെ, ഞങ്ങളുടെ ഈ എളിയ കലാവിരുന്നിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. സ്നേഹമാണ് ലഹരി. ആളോന്ന് ചോദിച്ചാ അങ്ങനെയൊക്കെ പോകണ്ടതാ. ഞാൻ പറയാനാ, എനിക്ക് സുഖം തന്നെയാ. അങ്ങനെ ഈ രണ്ടും വെളുത്തും പോകുന്നു, അത്ര തന്നെ. ഭാര്യ ഭർത്താക്കന്മാര് ശരിയാടാ. ഭാര്യമാര് മരിച്ചിട്ട് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാര്യമില്ലടാ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല,
നമ്മുടെ പഴയ കൂട്ടുകാർ കാണാറുണ്ടെങ്കിൽ തീരെ വേലടാ, കാലൊക്കെ ഭയങ്കര വേദനയാ. ഇവിടെ എവിടെയെങ്കിലും അന്ന് ചുരുണ്ട് കൂടുക അത്ര തന്നെ. പറ്റിയല്ലെങ്കിൽ ചെയ്യാൻ കഴിയും. എടാ, പണ്ട് നമ്മുടെ ആ പഴയ കാലത്ത് ഈ പഞ്ചായത്തിലുള്ള എല്ലാവരെയും നമ്മളെ അഴിവാർന്ന് നമ്മൾ അവരെ അഴിവാർന്ന്. ഇപ്പോഴോ ഇപ്പൊ എന്നാ പഞ്ചായത്ത് പോയിട്ട് തൊട്ടയൽവക്കത്തെ ആളെ പോലും അറിയാൻ മേല. എങ്ങനെയാ ഇരുപ്പും നടപ്പുമൊക്കെ കുനിഞ്ഞല്ലേ. വേറെ ഒരാള് വന്നാ പോലും കാണുകയില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ആൾക്കാരുമായിട്ട് ആ ഇടപാട് ചാറ്റിംഗ പോലും. ഇതിനൊക്കെ ചീറ്റിംഗ് എന്നാ പറയുന്നത്, അല്ല സ്വന്തക്കാരോ വീട്ടുകാരോ വീട്ടിൽ കയറി വന്ന മിഴുവാരെങ്കിലും മിഴുകല. അതെന്നാ പറയാനാടാ, എന്താ ചെയ്യണേ? വീട്ടിലുള്ളവരെ ചെറുപ്പക്കാരെ എന്ത് ചെയ്യണം? ഒരുത്തനൊരു മൂലയിലും മറ്റേ മൂലയിലും. നീ തോട്ടലല്ലേടാ, ഈ തോട്ടല് എന്താരോട് പറയാനാ? അതൊക്കെ പോട്ടറ പട്ടായി. ഞാൻ നിനക്ക് ഓർമ്മയുണ്ടോടാ നമ്മുടെ ആ പഴയ കാലം? ഏടാ നമ്മുടെ ആ ക്രിസ്മസുകാരോട് പോകുന്നത്? അത് എനിക്ക് ഓർമ്മയുണ്ടടാ. എല്ലാ വീട്ടിലും നമ്മൾ പോയതല്ലേ. അങ്ങനെയാണെന്നല്ലോ. നമ്മുടെ ജോസഫ് ഏട്ടന്റെ വീട്ടിൽ പോകാനേ എല്ലാ കാര്യവും അവിടെ അത് ശരിയാ. നിനക്ക് ഓർമ്മയുണ്ടോ, ഒരു കൊല്ലം നീ ക്രിസ്മസ് അപ്പൂപ്പനായി വേഷം കെട്ടി? അന്ന് നീ പോയപ്പോ വയലിലെ ചെളിയിൽ വീണിട്ട് ഇതിന്റെ താടി അപ്പിടി ചെളിയായിട്ട് ഒന്നും പറയണ്ട. 7 ദിവസം മത്തായി, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മള് രണ്ടാളും കൂടി രാത്രിയിൽ ഒരു സ്ഥലത്ത് പോയത്? തവള ടോർച്ചും ചാക്കൊക്കെ ആയിട്ട് പോയിട്ട് നിനക്കന്നൊരു പറ്റി എന്നതാ എടാ വർക്കി, എനിക്കൊരു വാളേനെ കിട്ടിയെന്നും പറഞ്ഞിട്ട് നീ പിടിച്ചു പൊടിച്ച് മുട്ടനെ തീർത്തു. നീ അയ്യോ എന്ന് പറഞ്ഞത് ഓട്ടോ ഓടി നിന്റെ തുണി പറഞ്ഞു. എനിക്കത് ഓർമ്മ മത്തായി. എന്നാടാ നിന്റെ മടിയിലൊരു പൊതി? ഞാൻ ആ കാര്യം മറന്നുപോയടാവേ. എന്റെ പിറന്നാളായെന്താ? ആണോ? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. പിള്ളേര് മേടിച്ചു കൊണ്ടത് തന്നതാ കേക്ക്. അതിന് ഒരു കഷ്ണം കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്ക. എനിക്ക് തരാൻ എന്താന്ന് ചോദിച്ചാല് കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമ. ഇവിടെ കേക്കൊക്കെ നിരോധിച്ചിരിക്കുക. എന്താന്നറിയാമോ? ഇത് നല്ല കേക്കാണ്. ഷുഗർ വന്ന് ചത്തുപോകുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല. ഷുഗർ വന്നാ ഇവിടെ വീഴും, ആശുപത്രി കൊണ്ടുപോണ്ടേ. അതൊക്കെ ചെലവാണ്. അതൊന്നും സാരമില്ല. കഴിച്ചു നോക്കണം, നല്ല കേക്കാണ്. അവിടെ ഒക്കെ വീണ് വൃത്തികേടായിട്ടോടാ. അത് അറിയില്ലടാ, അതങ്ങ് അടിച്ചു കളയാവുന്ന. നീ അതെന്തിനാ അവിടെ അത് കണ്ട ഇവിടെ ആകെ വൃത്തികേടാക്കിയല്ലോ, നാശം. അത് പോട്ടെ മോളെ. മോളെ മേരി കുഞ്ഞ, ചായ ഉണ്ടോടി ഇവിടെ ഒരെണ്ണം കൊടുക്കാൻ? പിന്നെ ചായ വരുന്നവർക്കും പോകുന്നവർക്കും തോന്നുമ്പോ ചായ കൊടുക്കലല്ല എന്റെ പണി. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. ഓരോരുത്തരും എഴുന്നള്ളിക്കോളും വീട് വൃത്തികേടാക്കാൻ. എനിക്ക് ചായ ഒന്നും വേണ്ട, ഞാൻ കുടിച്ചിട്ടാ പോകുന്നത്. ഞാൻ മത്തായി, നീ ഒന്നും മനസ്സിൽ വെച്ച എനിക്കൊന്നും മനസ്സിലില്ല. നിന്നെ കാണാൻ ഞാൻ വരൂടാ. നീ എന്റെ കൂടെ പറഞ്ഞു
വല്ലപ്പോഴൊക്കെ എന്നെ കാണാം. ഞാൻ വരുവടാ. എന്തു പറയാനാടാ, പകല് മുഴുവൻ ഈ പൊരി വെയിലത്ത് ഓട്ടല്ലേ, ആകെ മടുത്തു. ഇതിപ്പോ ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്നേ ഉള്ളൂ. ഇല്ലടാ, ഇനി കുറച്ചു നേരം സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണം. ആ ഓക്കെ ഓക്കെ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാടാ. ആ ശരി ശരി, ഓക്കെ. എടി മേരി, ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ എടുത്തേടി. എന്താടി മുഖമൊക്കെ കൂടെ കടന്നിലുത്തിമാരി ഉണ്ടല്ലോ, എന്താ പറ്റിയേ? ഞാൻ എന്റെ വീട്ടിൽ പോവാം. അതെന്താ പെട്ടെന്ന് ഇപ്പോ അങ്ങനെ ഒരു തോന്നൽ? പെട്ടെന്നൊന്നും അല്ല, കുറച്ചു നാളെ വിചാരിക്കുന്നു. അതിനിപ്പോ എന്താ ഉണ്ടായത്? എനിക്ക് നിങ്ങളുടെ അപ്പനെ ഓർക്കാൻ വയ്യ. ആകെ തൂറി മുള്ളി എന്തൊരു മണവാ. ഞാൻ മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാമോ? നാറിയിട്ട് മേല. എടി വയസ്സായതല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? കൊല്ലാനൊക്കോ? വേണ്ടി വന്നാൽ ഞാൻ അതിന് മടിക്കല. എന്റെ ദൈവമേ, എത്ര എണ്ണത്തിന് ഓരോ ദിവസം അങ്ങോട്ട് വിളിക്കുന്നു. ഇതിനെയും കൂടെ ഒന്ന് അങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? എടി ഒന്ന് പതിയെ പറ. കേക്കട്ടെ, കേൾക്കാൻ വേണ്ടി തന്നെ പറയണേ. സാരമില്ല മക്കളെ, സാരമില്ല. വയസ്സായി കഴിഞ്ഞ ഞങ്ങളെ ആർക്കും വേണ്ട. ഒരു പ്രായം കഴിഞ്ഞ അവനവന്റെ മനവും മൂത്രമൊക്കെ നമ്മൾ അറിയാതെ തന്നെ പോകും. അതൊന്നും നമ്മുടെ പരിധി നിൽക്കുകയല്ലടാ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് വയസ്സായവരൊക്കെ ഒരു അധികം പറ്റാണെന്ന് അറിയില്ല. നോക്കുന്നവരൊക്കെ വിഷമിക്കുമെന്നും അറിയാം. എന്നാ ചെയ്യാം, തന്നെ മരിക്കാൻ പറ്റൂ? മേലോട്ടൊന്നും വിളിക്കട്ടെ. എനിക്കൊരു പ്രാർത്ഥനയുണ്ടായിരുന്നുള്ളൂ. ദൈവമേ, എന്നെ വിളിക്കുന്നതിന് മുമ്പ് അവനെ വിളിക്കരുത്, അവളെ വിളിക്കരുത്. നീ അത് കേട്ടില്ല. എന്റെ ചങ്ങിന്ന് അവളെ പറിച്ചെടുത്ത് നീ കൊണ്ടുപോയി എന്നെ ഒറ്റയ്ക്കാക്കിയില്ല. ഞാൻ ഒറ്റയ്ക്കായില്ല. അവളെ വിളിച്ചപ്പോ എന്നെ കൂടി അങ്ങോട്ട് വിളിക്കാറുന്നില്ല. ദൈവമേ, അതെ മക്കളെ, ചാച്ചിനൊരു കാര്യം പറയട്ടെ. നടവയിൽ ഹോസാനാഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. വയസ്സായവരെയൊക്കെ നന്നായി നോക്കുന്ന പറഞ്ഞു. എന്റെ മക്കൾ അവിടെ ചെന്ന് അന്വേഷിച്ചു. ഈ ചാച്ചിനെ അവിടെ കൊണ്ട് മക്കളെ
എന്നെ മുത്തപ്പന്റെ പള്ളിയിൽ കൊണ്ട് നടക്കാൻ പറയണേ. എന്റെ കാർന്നവന്മാര് കിടക്കുന്ന സ്ഥലമല്ലേടാ. വെറ്റ തള്ള ഉറങ്ങുന്ന മണ്ണല്ലേടാ. അവൾ ഉറങ്ങുന്ന മണ്ണിൽ തന്നെ എന്നെ അടക്കാൻ പറയണേ. ഉടനെ തമ്പുരാനോട് എന്താ പ്രാർത്ഥിക്കുന്നറിയോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്കാർക്കും കൊടുക്കല്ലേ. അതാണ് കാര്യം. ഇല്ല ചാച്ച, ചാച്ചന് ഞാൻ നോക്കിക്കോളാം, ഞാൻ കൊണ്ടുപോയിക്കോളാം. വേണ്ട മക്കളെ, കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കൊക്കെ അതൊരു ഭാരമാകും. ഇല്ല ചാച്ച, ഒരുപാട് കാലം ഈ ചുമലിൽ ഞങ്ങളെ കൊണ്ടു നടന്നതല്ലേ. ഈ കൈ കൊണ്ട് ഒരുപാട് മലവും മൂത്രവും കോരിയതല്ലേ. ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം. ചാച്ചന് ഞാൻ കൊണ്ടുപോകാം. കാണാൻ തോന്നുമ്പോ അവിടെ വന്ന് കണ്ടാ മതി. പറയാൻ വന്ന കാര്യം മറന്നു. ടോണിമോന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. മമ്മിയും പപ്പയും അവന്റെ പോക്ക് അത്ര ശരിയല്ല. സ്വന്തം മോന്റെ കാര്യമൊക്കെ നോക്കിയാ മതി. ടോണിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. വലിയ ഉപദേശം ഒന്നും വേണ്ട. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാളെ അവനെ ഓർത്ത് കരയേണ്ടി വരരുത്. രൂപി, എടി, നമുക്കും വയസ്സാവുമ്പോ നമ്മുടെ മോൻ നമ്മളോട് ഇങ്ങനെ ചെയ്താലോ? അതപ്പോഴല്ലേ. അപ്പോഴത്തെ കാര്യം അപ്പോൾ. ഇപ്പോൾ ജീവിതം ആസ്വദിക്കുക. അല്ലാതെ അതിനെയൊക്കെ നോക്കി ജീവിതം തെളിക്കാൻ എന്നെ കിട്ടില്ല. അപ്പനോടുള്ള ഒരു സെന്റിമെന്റ്സ് കൊണ്ടുപോയത് നന്നായി. എന്തായാലും കുറച്ചു കഴിയുമ്പോ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാതിരുന്നാ മതിയായിരുന്നു. പിന്നെ ടോണി മോൻ, അവനെ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അവൻ എന്റെ മോനാ. അപ്പനിവിടെ ഇരിക്കുവായിരുന്നോ? എത്ര സമയം ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ട്? ഒന്ന് ഫോൺ എടുത്തൂടെ? എന്താണ് അവർക്ക് ഇത്ര തിരക്ക്? ഞാനിവിടെ കുറെ തിരക്കിലായിരുന്നു. എന്തിനാ വിളിച്ചേ? അതെനിക്കൊരു 10,000 രൂപ വേണം. 10,000 രൂപയോ? എന്തിനാടാ നിനക്ക് ഇത്രയും പണം? എനിക്ക് ആവശ്യമുണ്ട്. എനിക്ക് ഓരോരോ ആവശ്യങ്ങളുണ്ട്. എല്ലാവർക്കും നിങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്കിപ്പോ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. 10,000 രൂപയല്ല, 1 രൂപ പോലും ഇല്ല ഇവിടെ തരാൻ. ഒരു പൈസ തരാനില്ല നിന്നോട് പറഞ്ഞില്ലേ? 10,000 രൂപയല്ല, 1 രൂപ പോലും ഇല്ല ഇവിടെ തരാൻ. എന്താണ് നീ കണ്ടത്? തൊട്ടുപോകരുത് തന്നെ. എന്നെ പറയാൻ നോക്കണ്ട.
ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കാതെയും ശാസിക്കേണ്ട സമയത്ത് ശാസിക്കാതെയും ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തിയിട്ടിന്റെ ദോഷ. ഹലോ, ആ അതെ, ഞാൻ ടോണീന്റെ പപ്പയാ. നിങ്ങളാരാ? എന്ത്? ഇപ്പൊ എവിടെയുള്ളേ? എന്താ? എന്ത് പറ്റി? എന്തെങ്കിലും ഒന്ന് പറയൂ. എന്താ? നമ്മുടെ മോൻ ടോണീനെ പോലീസ് പിടിച്ചത്. ദൈവമേ, എന്തിന്? എന്തിനാ? എന്തോ മയക്കുമരുന്ന് കേസോ, എന്തോ പൊടിയുടെ ബിസിനസോ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോ അവനെ കൊണ്ട് പോലീസ് ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്, തെളിവെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഇതൊക്കെ? സാറേ, എന്റെ മകൻ എന്താ ചെയ്തത്? മകനെ ചെറിയൊരു പൊടിയുടെ പരിപാടി, ഇത്തിരി മുന്തിയനാ. ഇവനിനി പുറലോകം കാണില്ല. അതെ, എനിക്ക് വീടൊന്ന് സെർച്ച് ചെയ്യണം. ഇവൻ നാട്ടിൽ മാത്രമല്ല വീട്ടിലും വല്ല ഇടപാടുണ്ടോന്ന് അറിയണല്ലോ. നടക്കണം അങ്ങോട്ട്. നമ്മളിനി എന്ത് ചെയ്യും? ആണും പെണ്ണുമായി ഒന്നല്ലേ ഉള്ളൂ നമുക്ക്. ഒരു വിഷമം അറിയിക്കാതെ, നമ്മുടെ ഇല്ലായ്മകളും കുറവുകളും അറിയിക്കാതെ അവന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവന്റെ ജീവിതവും വിജയങ്ങളും സ്വപ്നം കണ്ട് സ്വയം ജീവിക്കാതെ അവന് വേണ്ടി മാത്രം ജീവിച്ചതല്ലേ. ഒന്നേയുള്ളെങ്കിലും ഒലക്ക കൊണ്ട് തല്ലി വളർത്തണമെന്ന് ചാച്ചൻ പറയുമ്പോ ചാച്ചൻ നമുക്ക് വെറും പഴഞ്ചനായിരുന്നു. ടോണിമോനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ടോണിമോന്റെ പോക്കത്ര ശരിയല്ലെന്ന് ആരെങ്കിലും ഒക്കെ പറയുമ്പോ അവരൊക്കെ നമ്മുടെ ശത്രുക്കളായിരുന്നു. ഒടുവിൽ കൈവെള്ളയിൽ നിന്നെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാനാ? ടോണി പോലും പറ്റിയത് വീട്ടിലെത്തിയില്ല, വഴിയിൽ വെച്ചായിരുന്നത്. എന്താ ചേട്ടാ കാര്യം? നമ്മുടെ ടോണിമോനെ മയക്കുമരുന്ന് കേസ് പോലീസ് പിടിച്ചു. ടോണിമോനെത്തി. അവിടെ അടുത്ത് പോലീസ് തെളിവെടുത്തോണ്ടിരിക്കുക. മയക്കുമരുന്ന് കേസ് പിടിച്ച മനസ്സിലാവുന്ന മക്കളെ ചാച്ച, ആരുമില്ലാതായല്ലോ ചാച്ച. സാരമില്ല മക്കളെ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. സമാധാനായിട്ട് നടക്ക്. ഞാൻ അപ്പോഴേ കരുതിയതാ. ഇത് കണ്ടില്ലേ, കയ്യിലിരിക്കുന്ന
കുടുംബത്തിനെ മൊത്തം പൊക്കി അകത്തിടേണ്ടി വരും. എന്റെ പൊന്ന് സാറേ, എന്റെ കൊച്ചുമോനെ രക്ഷിക്കണം. ഒരു വൃദ്ധന്റെ അപേക്ഷയാണ്. നിങ്ങളുടെ പേരെന്താ? വർക്കി സാർ. സാറിന് എന്നെ മനസ്സിലായില്ലേ? സാറെന്താ ഇവിടെ? മനസ്സിലായില്ലല്ലോ മോനെ, ഇതെന്റെ വീടല്ലേ, ഇവൻ എന്റെ കൊച്ചുമോനാ. സാറേ, ഞാൻ അലക്സ്. സാർ എന്നെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാർ ഓർക്കുന്നുണ്ടോ? അന്ന് ക്ലാസ്സിൽ കഴിഞ്ഞ് ഒരു ബീഡി വലിച്ചതിന്റെ പേരില് സാറിന്റെ പുറമടിച്ചു പൊളിച്ചത്. വീട്ടിൽ ചെന്നപ്പോ അവിടെ നിന്നും കിട്ടി. അന്ന് സാറിനെ ശിക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാനാകെ നശിച്ചു പോകുമായിരുന്നു. പിന്നീട് ഒരു ജോലി കിട്ടാനും സാർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ സാറേ? അനേകം മക്കൾക്ക് വിദ്യ പകർന്നു കൊടുത്ത ഒരു മാതൃകാ അധ്യാപകനായിരുന്നു ഞാൻ. അന്നൊക്കെ മക്കള് തെറ്റ് ചെയ്ത ചോദിക്കാനും ശിക്ഷിക്കാനും അധികാരവും അവകാശവും ഉണ്ടായിരുന്നു. ഇപ്പോഴോ മക്കള് തെറ്റ് ചെയ്താൽ പോലീസിനോ അധ്യാപകർക്കോ രക്ഷകർത്താക്കൾക്ക് പോലും ശിക്ഷിക്കാൻ പോയിട്ട് ചോദിക്കാൻ പോലും പേടിയാ. അങ്ങനെയല്ലേ നിയമം പരിഞ്ഞ് മുറുക്കി വച്ചിരിക്കുന്നത്? എല്ലാവർക്കും മക്കളെ പേടിയാ. ഈ പോക്ക് പോയാ ഇതെവിടെ ചെന്ന് അവസാനിക്കും ദൈവമേ? സാറ് പേടിക്കണ്ട. ഈ ഒരു തവണത്തേക്ക് നമുക്ക് തന്നെ രക്ഷിച്ചെടുക്കാം. ഒരു 15 ദിവസം നമുക്ക് തന്നെ ഡി അഡിക്ഷൻ സെന്ററിലാക്കാം. അവിടെ നിന്ന് ഇറക്കി നല്ല മിടുക്കനായിട്ട് സാറിന് ഞാനും അവനെ തിരിച്ചു തരും. അല്ലെങ്കിലും ഇതുപോലെ വലയിലാക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ അല്ലല്ലോ, നാട് മുഴുവൻ വല വീശിയിരിക്കുന്ന, എര പിടിക്കാൻ കാത്തിരിക്കുന്ന കാപാലിക കൂട്ടങ്ങളെയല്ലേ പിടിക്കേണ്ടത്? അത് ഞങ്ങൾ ചെയ്തോളാം. ഓക്കെ സാർ, നടക്ക്. ചാച്ചാ, നമ്മുടെ ടോണി മോൻ. സാരമില്ല മക്കളെ, ഈ ഒരു പ്രാവശ്യത്തേക്ക് രക്ഷിക്കാന്നല്ലേ പറഞ്ഞത്. സമാധാനായിട്ടിരിക്കും. ചാച്ച ഞങ്ങളോട് പൊറുക്കണം. സാരമില്ല മക്കളെ, ജീവിതം ആസ്വദിക്കാനുള്ള വ്യഗ്രതയിൽ നാം ആരെയും കാണുന്നില്ല. അയൽക്കാരും മാതാപിതാക്കളും എല്ലാം യുവതലമുറയ്ക്ക് ഒരു ബാധ്യതയാണ്. കൂട്ടായ്മയുടെയുള്ള ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാനാവൂ. നമ്മളെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് പരസ്പരം സ്നേഹിക്കാൻ മാത്രമാണ്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാം. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകളില്ലാത്ത, ലഹളയും ലഹരിയുമില്ലാത്ത, സ്നേഹമാണ് ലഹരി. അതെ, സ്നേഹമാണ് ലഹരി. അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ.